അടുത്തത് നമുക്ക് മീനക്കൂറാണ്. മീനക്കൂറിന് പൂരുരുട്ടാതിയുടെ അവസാനത്തെ പാദവും ഉത്രട്ടാതിയും രേവതിയും ചേർന്നതാണ് മീനക്കൂറ്. ലഗ്നത്തിലെ ശനി നമ്മുടെ ക്ഷമയെ പലപ്പോഴും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ പറയണം, 5ാം ഭാവത്തിലെ വ്യാഴം എപ്പോഴും എല്ലാ കാര്യത്തിലും സംരക്ഷണം നൽകുന്നുമുണ്ട്. വിദ്യാഭ്യാസം സംബന്ധിച്ചോ ട്രെയിനിങ്, പരിശീലനം, അതുപോലെ സൃഷ്ടിപരമായിട്ടുള്ള എഴുത്തുകുത്തുകൾ, മുതലായിട്ടുള്ള കലാപരമായിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ, അതുപോലെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടതോ വിദ്യാഭ്യാസ കാര്യങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം ഈ വ്യാഴം ഉണ്ടാക്കി തരുന്നതാണ്. ഓരോ പുതിയ നൂതനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലുപരിയായിട്ട് അവനവൻ ചെയ്തു വന്നിരുന്നതായിട്ടുള്ള പ്രവർത്തനത്തെ ഏകോപിപ്പിച്ച് അതിനെ വേണ്ട രീതിയിൽ റെക്ടിഫൈ ചെയ്ത് ക്ലാരിഫൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം ഈ സമയത്ത്. ധനപരമായിട്ട് ദീർഘകാലത്തേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ, അതിന് വേണ്ടിയിട്ടുള്ള പണം ചിലവ് ചെയ്യുന്നത് അനുകൂലമായിരിക്കും. താൽക്കാലിക നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള പണം ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് നേട്ടം ലഭിക്കാൻ സാധ്യതയില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ട് നഷ്ടം ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് ശരീരത്തിന് അത്ര സുഖകരമായിട്ടുള്ളൊരവസ്ഥയല്ല. എപ്പോഴും പലതരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളും പേശി സംബന്ധമായിട്ടും അല്ലെങ്കിൽ ജോയിൻറ്റ് സംബന്ധമായിട്ടും ഒക്കെയുള്ള ചില വേദനകളും രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ കുട്ടികൾ വഴി പല നേട്ടങ്ങളും, അഥവാ കുട്ടികൾ നമുക്ക് സന്തോഷം ഉള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് അവരുടെ അംഗീകാരം കൊണ്ട് കുടുംബത്തിൽ സന്തോഷം കൂടുതലുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് ശനീശ്വര ഭജനം, ശാസ്താഭജനം, ശിവഭജനം ഇതൊക്കെ അത്യന്താപേക്ഷിതങ്ങളാണ്. കണ്ടകശനിയും ഏഴശനിയും മാറുന്ന കാലത്തോളം വിശേഷേണ ഈ പറഞ്ഞ കാര്യങ്ങൾ ശനി ഭജനം അല്ലെങ്കിൽ ശാസ്താഭജനം ചെയ്തിരുന്നത് വളരെ ഉത്തമമാണ്. വിശേഷേണ 5ാം ഭാവത്തിലുള്ള വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും സ്വാധീനം പ്രത്യേകം കണക്കിലെടുത്ത് വിഷ്ണുവിനെ അഥവാ ശ്രീകൃഷ്ണനെ, ശ്രീരാമനെ ഒക്കെ പൂജിക്കുക, അങ്ങനെയുള്ള മന്ത്രങ്ങൾ ജപിക്കുക, അത് നിത്യ പാരായണത്തിൽ ഉൾപ്പെടുത്തുക, ഇതൊക്കെ നല്ല ഫലങ്ങൾ ചെയ്യാൻ അതുകൊണ്ട് പല നേട്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. നമസ്കാരം.